നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 10 ശനിയാഴ്ച, കർക്കിടക മാസത്തിലെ ഷഷ്ടിയാണ്. ഇന്ന് വൈകിട്ട് 6 മണിക്ക് ശേഷം മുരുക ഭഗവാനെ പ്രാർത്ഥിച്ച് നമ്മുടെ വീട്ടിൽ ചെയ്യേണ്ട അതിശക്തിയാർന്ന ഒരു വഴിപാടിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. വളരെയധികം അത്ഭുതകരമായ ഷഷ്ടിയാണിത്. കാരണം ശനിയാഴ്ച ഷഷ്ടി തിഥി വന്നാൽ അതിന്റെ പ്രത്യേകത എന്താണെന്നാൽ, പൊതുവായി ചൊവ്വ ശനി ദിവസങ്ങളിൽ നമ്മൾ വാങ്ങിയ കടത്തിൽ നിന്നും ഒരു ചെറിയ തുക വാങ്ങിയ വ്യക്തിക്ക് തിരികെ നൽകുമ്പോൾ ആ കടം എത്ര വലിയ തുകയാണെങ്കിലും ശരി, വളരെ പെട്ടെന്ന് തന്നെ ആ കടം പൂർണ്ണമായും തീർന്നു കിട്ടുന്നതാണ്. അതായത് ആ കടം തീർക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും നിങ്ങൾക്ക് മുൻപിൽ തെളിഞ്ഞു വരുന്നതാണ്. മാത്രമല്ല പല വഴികളിലൂടെയും പണവരവ് വർദ്ധിക്കുന്നതുമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും പണം തരാനുണ്ട്, ഒരുപാട് നാളായിട്ടും ആ പണം ഇതുവരെയും തരുന്നില്ല. ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും പണം വരാനുണ്ട്. ഇതുപോലെ കിട്ടാനുള്ള പണം തിരികെ കിട്ടുവാനും കെട്ടിക്കിടക്കുന്ന ശമ്പളം പൂർണ്ണമായും കൈകളിൽ എത്തിച്ചേരുവാനും വരുമാനം അല്ലെങ്കിൽ പണവരവ് വർദ്ധിക്കുവാനും ചെയ്യേണ്ട അതിശക്തിയാർന്ന ഒരു വഴിപാട് രീതിയാണിത്. ഇനി ഈ വഴിപാട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. ഇനി മെമ്പർഷിപ്പ് എടുക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തെല്ലാമാണെന്നാൽ, മെമ്പേഴ്സിന്റെ കമന്റ്സിന് വളരെ പെട്ടെന്ന് തന്നെ റിപ്ലൈ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഓരോ ദിവസത്തിന്റെ പ്രത്യേകത എന്തെല്ലാമാണ്, വിശേഷപ്പെട്ട തിഥികൾ വരുന്ന ദിവസങ്ങൾ ഏതെല്ലാമാണ്, അന്നേ ദിവസം പ്രത്യേകമായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്, ഇതിനെക്കുറിച്ചെല്ലാം മെമ്പേഴ്സിനെ വളരെ പെട്ടെന്ന് തന്നെ അറിയിക്കുന്നതാണ്. മാത്രമല്ല മെമ്പേഴ്സിന് മാത്രമായും വീഡിയോസും ചെയ്യുന്നതാണ്. കർക്കിടക മാസത്തിലെ വെളുത്ത പക്ഷത്തിൽ വരുന്ന ഷഷ്ടിയാണിന്ന്. വെളുത്ത പക്ഷത്തിൽ വരുന്ന ഷഷ്ടി ദിവസം നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാമാണോ വളരേണ്ടത് അല്ലെങ്കിൽ ഉയരേണ്ടത്, അതിനുവേണ്ടി മുരുക ഭഗവാനെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കാവുന്നതാണ്. ഏതൊരു വ്യക്തിയാണോ ദിവസം തോറും വരുന്ന തിഥികൾ പ്രയോജനപ്പെടുത്തുന്നത്, അവരുടെ വിധി തന്നെ മാറി മറിയുന്നതാണ്. നിങ്ങളുടെ വീട്ടിൽ വലിയ വലിയ പൂജകൾ അല്ലെങ്കിൽ യാഗങ്ങൾ, ഹോമങ്ങൾ ഇതൊന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ഓരോ ദിവസവും ഏത് തിഥിയാണോ വരുന്നത് ആ തിഥിക്കനുസരിച്ചുള്ള ഈശ്വരനെ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന തരത്തിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ വഴിപാട് ചെയ്തു പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ഒരു മാസം കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയൊരു മാറ്റം ഉണ്ടാകുന്നതാണ്. പിന്നീട് നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് പണം മുടക്കി ഹോമമോ പൂജയോ യാഗങ്ങളോ ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യം പോലുമില്ല. അതുകൊണ്ട് ഓരോ മാസവും വരുന്ന പഞ്ചമി, അഷ്ടമി, ഷഷ്ടി, ഏകാദശി അങ്ങനെയുള്ള വിശേഷപ്പെട്ട തിഥികൾ ഒരു കാരണവശാലും ആരും നഷ്ടപ്പെടുത്തി കളയരുത്. ഇങ്ങനെയുള്ള പ്രത്യേകമായ തിഥികൾ വരുമ്പോൾ അത് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ നിന്നും എന്തെല്ലാമാണോ ഇല്ലാതാകേണ്ടത് അല്ലെങ്കിൽ പോകേണ്ടത് അവയെല്ലാം പോയി എന്തെല്ലാമാണോ ജീവിതത്തിൽ വളരേണ്ടത് അല്ലെങ്കിൽ ഉയരേണ്ടത് അത് തീർച്ചയായും അല്ലെങ്കിൽ നിശ്ചയമായും വളരുന്നതാണ്. പൊതുവായി ഇന്ന് ഷഷ്ടി ദിവസം ധാരാളം പേർ വ്രതം അനുഷ്ഠിക്കാറുണ്ട്. രാവിലെ മുതൽ വൈകിട്ട് വരെ ഉപവാസമായും ചിലർ വ്രതം അനുഷ്ഠിക്കാറുണ്ട്. ചിലർ പാലോ പഴങ്ങളോ കഴിച്ചുകൊണ്ടും വ്രതം എടുക്കാറുണ്ട്. നിങ്ങളുടെ വീട്ടിൽ മുരുക ഭഗവാന്റെ ഫോട്ടോയോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ ആ ഫോട്ടോ നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കി പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് അതുപോലെ തന്നെ എന്തെങ്കിലും ഒന്ന് നൈവേദ്യമായി സമർപ്പിച്ച് ഭഗവാനെ വഴിപാട് ചെയ്തു പ്രാർത്ഥിക്കുക. ഇനി മുരുക ഭഗവാന്റെ വിഗ്രഹമോ അല്ലെങ്കിൽ വേലോ ഉള്ളവർ നിർബന്ധമായും കുറഞ്ഞത് ഒരു 3 വസ്തുക്കൾ കൊണ്ട് ഭഗവാന് അഭിഷേകം ചെയ്യേണ്ടതാണ്. ഇനി നിങ്ങളുടെ പൂജാമുറി നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കി ഷഡ്കോണ കോലം വരച്ച് ആരെല്ലാം വെറ്റില ദീപം കൊളുത്തണമെന്ന് ആഗ്രഹിക്കുന്നുവോ അവരെല്ലാവരും ഇന്ന് വെറ്റില ദീപം കൊളുത്തി ഭഗവാനെ പ്രാർത്ഥിക്കുക. ഇനി വെറ്റില ദീപം കൊളുത്തുവാൻ സാധിക്കാത്തവർക്ക് ആറുമുഖനായ ഷൺമുഖന് 6 നെയ്ദീപം കൊളുത്തിയും പ്രാർത്ഥിക്കാവുന്നതാണ്. ഇനി ഇതൊന്നും കൊളുത്താൻ സാധിച്ചില്ലെങ്കിലും ഒരേ ഒരു മൺവിളക്കിൽ നെയ്യൊഴിച്ച് ദീപം കൊളുത്തിയും ഭഗവാനെ മനസ്സുരുക്കി പ്രാർത്ഥിക്കുക. ഷഷ്ടിവ്രതം എന്ന് പറയുമ്പോൾ തന്നെ അത് മക്കൾക്ക് വേണ്ടിയും അല്ലെങ്കിൽ സന്താന ഭാഗ്യത്തിനു വേണ്ടിയുമുള്ള വ്രതമാണ്. മക്കളുടെ നല്ലതിനു വേണ്ടി ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ അവരുടെ അഭിവൃദ്ധിക്കും ഉയർച്ചയ്ക്കും വേണ്ടി നിങ്ങളെക്കൊണ്ട് കഴിയും വിധത്തിൽ ഇന്ന് മുരുക ഭഗവാനെ വഴിപാട് ചെയ്തു പ്രാർത്ഥിക്കുക. ഇനി ഈ പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇന്ന് വൈകിട്ട് പൂജാമുറിയിൽ വിളക്ക് കൊളുത്തിയതിനു ശേഷം മുരുക ഭഗവാന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ ആ ഫോട്ടോയ്ക്ക് മുൻപിൽ ഒരു ദീപം പ്രത്യേകമായി കൊളുത്തി വെച്ച് ഈ ഒരു വഴിപാട് ചെയ്യാവുന്നതാണ്. വിളക്ക് കൊളുത്തിയതിനു ശേഷം ഭഗവാനെ മനസ്സുരുക്കി പ്രാർത്ഥിച്ച് എന്തെങ്കിലും ഒന്ന് ഭഗവാന് നൈവേദ്യമായി സമർപ്പിക്കുക. ഒരു ഗ്ലാസ് പാലോ അല്ലെങ്കിൽ 2 പഴമോ അങ്ങനെ നിങ്ങളുടെ കയ്യിലുള്ളത് നിവേദ്യമായി സമർപ്പിക്കാവുന്നതാണ്. അതിനുശേഷം ഒരു തട്ടത്തിൽ ഒരു പിടി മഞ്ഞൾപ്പൊടി ഇടുക.
തട്ടത്തിലേക്ക് ഒരു പിടി മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം തട്ടത്തിന്റെ എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ മഞ്ഞൾപ്പൊടി ഒന്ന് നിരത്തി വെക്കുക. അതിനുശേഷം ഒരു വെറ്റില നല്ലതുപോലെ ചുരുട്ടിയെടുക്കുക. പിന്നീട് ആ വെറ്റിലയുടെ കാമ്പ് കൊണ്ട് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് മഞ്ഞൾപ്പൊടിയിൽ എഴുതുക. ഇനി നിങ്ങളുടെ കയ്യിൽ വെറ്റില ഇല്ല എങ്കിൽ നിങ്ങളുടെ മോതിര വിരൽ കൊണ്ട് എഴുതാവുന്നതാണ്. ഇനി മഞ്ഞൾപ്പൊടിയിൽ നിങ്ങൾ എഴുതുന്ന നിങ്ങളുടെ ആഗ്രഹം മറ്റുള്ളവർക്ക് വായിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അതവർക്ക് മനസ്സിലാകുമോ എന്നതിൽ കാര്യമില്ല. എഴുതുന്ന നിങ്ങൾക്ക് മാത്രം അത് മനസ്സിലായാൽ മതിയാകും. നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം അത് എഴുതാവുന്നതാണ്. നല്ല ജോലിയാണ് ആവശ്യമെങ്കിൽ ജോലി എന്നെഴുതാവുന്നതാണ്. ഇനി അതല്ല പണമാണ് ആവശ്യമെങ്കിൽ പണം എന്നെഴുതാവുന്നതാണ്. തൊഴിലിൽ നല്ല ലാഭമാണ് വേണ്ടതെങ്കിൽ ലാഭം എന്നെഴുതാവുന്നതാണ്. ഇനി വിവാഹ തടസ്സങ്ങൾ ഉള്ളവർ, വിവാഹം നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ വിവാഹം എന്നെഴുതാവുന്നതാണ്. ഇനി ഒരു സന്താനത്തിന് വേണ്ടി വിഷമിക്കുന്നവരാണെങ്കിൽ സന്താനം എന്നെഴുതാവുന്നതാണ്. അതുപോലെ തന്നെ ആരോഗ്യം എന്നെഴുതാവുന്നതാണ്. ഇപ്പൊ ഏതെങ്കിലും കുടുംബ കലഹങ്ങൾ ഉണ്ടെങ്കിൽ വഴക്കിൽ വിജയം എന്നെഴുതാവുന്നതാണ്. അങ്ങനെ നിങ്ങളുടെ ആവശ്യം എന്താണോ അത് വളരെ ചുരുക്കി ഒറ്റ വാക്കിൽ ഈ മഞ്ഞളിൽ എഴുതുക. കാരണം മഞ്ഞൾ എന്ന് പറയുമ്പോൾ തന്നെ അത് ശുഭകാര്യത്തെ കുറിക്കുന്ന മംഗളകരമായ വസ്തുവാണ്. മാത്രമല്ല മുരുക ഭഗവാന് മഞ്ഞൾ കൊണ്ട് വഴിപാട് ചെയ്യുന്നതും അതിവിശേഷമാണ്. ഇനി ഈ ഒരു വഴിപാട് ചെയ്തതിന് ശേഷം ഈ മഞ്ഞൾ നിങ്ങളുടെ അടുക്കളയിൽ പാചകത്തിനായി എടുക്കാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ തറ തുടയ്ക്കുമ്പോൾ ആ തുടയ്ക്കുന്ന വെള്ളത്തിൽ ചേർക്കാവുന്നതാണ് ഈ മഞ്ഞൾപ്പൊടി. അതുമല്ലെങ്കിൽ കുളിക്കുന്നതിന് മുൻപായി നിങ്ങളുടെ ശരീരത്തിൽ പുരട്ടാനും ഈ മഞ്ഞൾ ഉപയോഗിക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം ഒരാഗ്രഹം എഴുതുക. അതിന് താഴെയായി അടുത്തത് എഴുതാവുന്നതാണ്. അങ്ങനെ ഒരു തട്ടത്തിൽ 3 or 4 ആഗ്രഹം വരെ എഴുതാവുന്നതാണ്. ഇങ്ങനെ എഴുതിയതിനു ശേഷം ഭഗവാന്റെ മൂലമന്ത്രം ചൊല്ലി 6 തവണ പൂക്കളാൽ ഈ തട്ടത്തിൽ അർച്ചന ചെയ്യുക. അരളിപ്പൂവോ അല്ലെങ്കിൽ റോസാപ്പൂവോ ഇതൊന്നുമില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള പൂക്കൾ കൊണ്ടും അർച്ചന ചെയ്യാവുന്നതാണ്. ഇനി പൂക്കൾ എടുക്കുമ്പോൾ ചുവന്ന പൂക്കൾ ഉണ്ടെങ്കിൽ അതെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ചുവന്ന ചെമ്പരത്തിയോ അല്ലെങ്കിൽ ചുവന്ന തെച്ചിയോ എടുക്കാവുന്നതാണ്. ഓം സൗം ശരവണഭവ ശ്രീം ഹ്രീം ക്ലീം ക്ലൗം സൗം നമഃ. ഈ മന്ത്രം 6 തവണയാണ് ചൊല്ലേണ്ടത്. ഓരോ തവണ മന്ത്രം ചൊല്ലുമ്പോഴും ചുവന്ന പൂക്കൾ കൊണ്ട് ഈ മഞ്ഞളിൽ അർച്ചന ചെയ്യേണ്ടതുമാണ്. കിഴക്ക് അല്ലെങ്കിൽ വടക്ക് ദിശയിലേക്ക് നോക്കിയിരുന്ന് വേണം ഈ മന്ത്രം ചൊല്ലുവാൻ. ഇനി ഈ ഒരു വഴിപാട് ചെയ്യുവാൻ ഇതുപോലെയുള്ള തട്ടം നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ വാഴയിലയിലും മഞ്ഞൾപ്പൊടി വെച്ച് ഇതേ രീതിയിൽ തന്നെ ഈ വഴിപാട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വെറ്റിലയില്ലെങ്കിൽ നിങ്ങളുടെ വലത് കൈയിലെ മോതിര വിരൽ കൊണ്ടും നിങ്ങളുടെ ആഗ്രഹങ്ങൾ മഞ്ഞളിൽ എഴുതാവുന്നതാണ്. ഇനി ഈ മന്ത്രം ചൊവ്വാഴ്ചയും ഷഷ്ഠി ദിവസവും കാർത്തിക നക്ഷത്രം വരുന്ന ദിവസവും കുറഞ്ഞത് 6 തവണയെങ്കിലും ചൊല്ലാവുന്നതാണ്. ഇനി മന്ത്രം കൂടുതൽ ചൊല്ലും തോറും ഈ മന്ത്രത്തിന്റെ ശക്തി വർദ്ധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതുമാണ്. ഇനി ഇന്ന് ഈ ഒരു വഴിപാട് ചെയ്തതിന് ശേഷം ഈ ഒരു തട്ടം നിങ്ങളുടെ പൂജാമുറിയിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പിറ്റേ ദിവസം ഈ മഞ്ഞൾ തിരികെ എടുക്കാവുന്നതാണ്. പൂക്കൾ ചെടിയുടെ ചുവട്ടിലോ അല്ലെങ്കിൽ ആരും ചവിട്ടാത്ത സ്ഥലത്തോ ഇടാവുന്നതാണ്. മുരുക ഭഗവാനെ നല്ലതുപോലെ മനസ്സുരുക്കി പ്രാർത്ഥിച്ച് പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഈ ഒരു വഴിപാട് ചെയ്താൽ നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം മിന്നൽ വേഗത്തിൽ നടക്കുന്നതാണ്. എല്ലാവർക്കും മുരുക ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.